ഗുഡ് മോർണിംഗ്. കുറച്ച് നേരമായിട്ട് എഴുന്നേറ്റിട്ട് പുറത്തേക്ക് ഇച്ചിരി വെളിച്ചൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഇനി പാലെടുത്തു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് മുറ്റമടിക്കലാണ്. ഇപ്പം അങ്ങനെ ഇലയൊന്നും പൊഴിയാത്തൊരു ടൈം ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള ചവറൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് അടിച്ച് തീർക്കാനും പറ്റും. ഇന്നലെ നല്ല മഴയായിരുന്നു രാവിലെ. ഇന്നും മഴയൊന്നുമില്ല. ഇന്ന് നല്ല ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം അത് ഇന്നലെ നമ്മളുണ്ടാക്കിയ അച്ചാറുണ്ടല്ലോ, ചൈനീസ് ഓറഞ്ച് വെച്ചിട്ട്, ഞങ്ങൾ ഇന്നലെ തന്നെ കഴിച്ചായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം സൂപ്പറാണ്, അടിപൊളിയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എനിക്കിനി എന്തായാലും കുറച്ചും കൂടി ഇത് ഇടണം, കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ നാരങ്ങ അച്ചാറിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി. ചെറിയൊരു മധുരവും എല്ലാനും ഉണ്ട്. അപ്പം എന്തായാലും അടിപൊളിയാണ്. ഞാൻ വിചാരിച്ചു ഇതിന് തൊണ്ടിന് കാരണമുള്ളതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ പറ്റില്ല എന്ന്, പക്ഷെ കുഴപ്പമുണ്ടായില്ല കേട്ടോ, നല്ലതായിരുന്നു. അപ്പം എന്തായാലും ഇനി ഇതൊന്ന് കുപ്പിയിലേക്ക് പകർത്തണം. ഇന്നലെ നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇതിൽ ശർക്കര ഇട്ട നന്നായിരിക്കും, പഞ്ചസാര ഇട്ട നന്നായിരിക്കും, പിന്നെന്താ കുറേ പേര് ഇത് ജ്യൂസായിട്ടാണ് യൂസ് ചെയ്തേക്കണേ, അച്ചാർ ഇട്ടവരുണ്ട് ഇടാത്തവരുണ്ട്, അങ്ങനെ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ എനിക്ക് അങ്ങനെ അധികം ഭയങ്കര പുളിയൊന്നും തോന്നിയില്ല. നമ്മൾ ഉപ്പ് ഒക്കെ ഇട്ടുകൊണ്ടായിരിക്കാം. പിന്നെന്താ മധുരം ഇതിൽ കുറച്ച് ഇങ്ങനെ പഴുത്തതുണ്ടായിരുന്നു. പഴുത്തിട്ട് കാര്യമൊന്നുമില്ല, അധികം മധുരമില്ലെങ്കിലും, പക്ഷെ എന്നാലും നല്ലതായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നിങ്ങളുടെ കമൻ്റ് അനുസരിച്ച് ഞാൻ ശർക്കര ഇട്ടും പഞ്ചസാര ഇട്ടും പിന്നെന്താ അങ്ങനെയൊക്കെ പല പല രീതിയിൽ എനിക്കിത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതെന്തായാലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് എൻ്റെ ടേസ്റ്റുകളൊക്കെ മാറി മാറി വരാമെന്ന് നോക്കണമല്ലോ. അങ്ങനെ ദേ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പാത്രത്തിലേക്ക് വടിച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഞാൻ ഇന്ന് ഒരാഴ്ചയായിട്ട് ജിമ്മിൽ പോക്ക് കുറച്ച് ദിവസങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നു. വീഡിയോ മിസ്സായ പോലെ തന്നെ ജിമ്മിൽ പോക്കും കുറച്ച് ദിവസം മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും പോകണം. അപ്പോൾ ഇനി രാവിലത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് ഗ്രേസിനെ കാറ്റസിനെ കൊണ്ടാക്കിയിട്ട് ജിമ്മിൽ പോകാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിന് കഞ്ഞിയും പയറും, ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയും പയറും പിന്നെ നമ്മുടെ ഈ അച്ചാറും ഇതാണ് എന്ന് വിചാരിച്ചേക്കണേ. അത് കുക്ക് ചെയ്ത് വെച്ചിട്ട് പോവാം. ഗ്രേസിന് കഴിക്കാനുള്ള ഫുഡ് കൊടുക്കാം, അമ്മയ്ക്കുള്ളതൊക്കെ സന്നചേട്ടൻ എടുത്ത് കൊടുത്തോളും. അമ്മയ്ക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് വേണം പോവാൻ. അങ്ങനെ ഗ്രേസിനെ കാറ്റസിനൊക്കെ കൊണ്ടാക്കി ഞാൻ ജിമ്മിൽ പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. ഇതിൻ്റെ ഇടയിൽ സനചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഛർദ്ദിച്ചു എന്ന് പറഞ്ഞ്. ഞാനിവിടെ എത്താറായ സമയത്താണ് വിളിച്ചായിരുന്നത്. സ്റ്റീവാണെങ്കിൽ ഉറക്കത്തിന് എണീറ്റ് കഴിഞ്ഞ് അവൻ വാശി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സനചേട്ടനൊന്നും ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കുളിക്കണേക്കാൾ മുമ്പ് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. അതിനു മുമ്പ് ഇന്ന് സ്റ്റീവിന് പോളിയോയുടെ തുള്ളിമരുന്ന് കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ അവനെ കൊണ്ടുപോകണം. അപ്പോൾ അവനെയും ഒന്ന് റെഡിയാക്കി എടുക്കണം. പോളിയോ എടുത്തു എന്നറിയാം. അങ്ങനെ ഞങ്ങൾ പോളിയൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ ഫാം ഹൗസിലേക്ക് വന്നേക്കാണ്. സനേരം അവർക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഇവരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സ്റ്റീവിനാണെങ്കിലും ഗ്രേസിനാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. ഇവർ നമ്മുടെ അടുത്തേക്ക് ഓടിയൊക്കെ വരും. അങ്ങനെ അപ്പോൾ സനേരം ഫുഡ് കൊടുക്കട്ടെ. അത് അമ്മയ്ക്ക് ഇതേ സിനിമ വെച്ച് കൊടുത്തിട്ടാണ് പോന്നേക്കണം. അമ്മ ഓക്കെ ആയിട്ടുണ്ട്, അമ്മയ്ക്ക് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ വേഗം വീട്ടിലേക്ക്.
അങ്ങനെ ദേ തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ജീരകശാല അരി കൊണ്ട് തേങ്ങയും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു ചോറുണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ വേഗം നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഡെയിലി നമ്മുടെ നോർമൽ ചോറ് കഴിക്കുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തത ആവട്ടെ അങ്ങനെ വിചാരിച്ചു. പിന്നെ രാവിലെ നമ്മൾ കഞ്ഞിയാണല്ലോ കുടിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ അരി കഴുകി അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളൊരു കണക്കിന് വെള്ളമൊക്കെ ഒഴിച്ചു. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇട്ടു. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി അത്രത്തോളം നല്ലോണം ചീമ്പി ഇട്ടായിരുന്നു. അതുപോലെ തന്നെ തേങ്ങയും കുറേ തേങ്ങ എടുത്തില്ല, എന്നാലും ആവശ്യത്തിനൊരു തേങ്ങയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കളഞ്ഞാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചോറ് അവിടെ റെഡിയാവും. അപ്പോൾ ഇന്ന് നമ്മുടെ ഇതിൻ്റെ കൂടെയുള്ള കറി എന്ന് പറയുന്നത് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കനും അങ്ങനെയൊന്നും മേടിച്ചില്ല, ഇന്നലെ മേടിച്ചായിരുന്നു ചിക്കൻ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ്റെ കുറച്ച് ഇരിപ്പുണ്ട് ബാലൻസ്. അപ്പോൾ അതെന്തായാലും മൊത്തത്തിൽ എല്ലാവർക്കും തികയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മുട്ടക്കറി ആവാം. അങ്ങനെ കുക്കറിൽ കോഴിമുട്ട ഇട്ട് ഒരു നെഗല വെള്ളം ഒഴിച്ച് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒരു വിസിൽ കളഞ്ഞാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കോഴിമുട്ട പുഴുങ്ങി അവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും വേഗം അതിലേക്ക് ഗ്രേവി റെഡിയാക്കാനുള്ള സവോളയും 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ. ചോറിലേക്ക് ഞാൻ തേങ്ങ എടുക്കാൻ വേണ്ടി തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൽ തേങ്ങ കുറച്ചും കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ തേങ്ങയും കൂടി എടുത്തിട്ട് ഒരു നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ മാത്രം അങ്ങനെ ഒഴിച്ച് കറിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഗ്രേവി ഇച്ചിരിയും കൂടി ഇങ്ങനെ കുറു ആ സ്റ്റൈലിൽ കിട്ടുമല്ലോ. ഭയങ്കര ലൂസായിട്ടുള്ള അങ്ങനത്തെ വേണ്ട, ജസ്റ്റ് ഒരു എന്താ പറയുക, കഴിക്കുമ്പോൾ ഒരു ഇതിന് വേണ്ടി മാത്രം. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ ക്ലീനിങ് കഴിഞ്ഞ് ഡയറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഹോട്ട്സ്റ്റാറിൽ സീരീസ് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കാണാറൊന്നുമില്ല, ബിഗ് ബോസ് കാണാറുണ്ട്. ലൈവ് ചില സമയത്ത് കേൾക്കും, ചില സമയത്തല്ല. ഞാൻ പാത്രമൊക്കെ കഴുകുകയാണെങ്കിൽ കാണലൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ചെവിയിൽ ഇയർബഡ് വെച്ചിട്ട് കേൾക്കും. അങ്ങനെ ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ലൈവൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ലൈവ് എപ്പിസോഡ് ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ സിനിമകളും അങ്ങനെ സീരീസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും കാണാറും കേൾക്കാറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കുക്ക് ചെയ്യുകയാണല്ലോ, അപ്പോൾ എന്തായാലും ഞാൻ അത് കേൾക്കാമെന്ന് വിചാരിച്ച് ഇടയ്ക്കൊന്ന് നോക്കണുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനത് കണ്ടും കേട്ടും അങ്ങനെ സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ആ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. ഇതുവരെ നിങ്ങൾ വൈഡ് വ്ളോഗ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇൻസ്റ്റഗ്രാമിലും ഞാനിപ്പോൾ വീഡിയോസും അങ്ങനെ റീൽസും സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ ദീഹിനി വേഗം അരിയിൽ വേഗം തീർക്കട്ടെ. എല്ലാവർക്കും വിശപ്പ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കുക്കിംഗ് ഇങ്ങനെ വേഗം അവസാനിപ്പിക്കണം. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഇന്നലെ നല്ല മഴയായിരുന്നു. രാത്രി മീൻസ് രാത്രി നമ്മൾ ഉറങ്ങണ ഒരു ടൈമിൽ നല്ല മഴയായിരുന്നു, വെളുപ്പിന് നല്ല മഴയായിരുന്നു. ഇന്നാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഞാൻ 2 പച്ചമുളക് എടുത്തു, 2 നാടൻ മുളക്, ഒരു മറ്റേ മുളക് എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു 2 പച്ചമുളക് കൂടി ആയി കഴിഞ്ഞാൽ ഭയങ്കര എരിവാകും, അത്ര എരിവ് വേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റീവ് ഓടി വന്നു കേട്ടോ. അവന് സവോള ഇടണം. അവനിങ്ങനെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വരും, ഞാനിടട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വരും. ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ വല്ല വാശിയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഞാൻ കൗണ്ടർ ടോപ്പിൽ അവനെ ഇരുത്താറുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ എപ്പോൾ ഞാൻ കുക്ക് ചെയ്താലും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, അമ്മ നോക്കട്ടെ
സ്റ്റീവിനെ കാണിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ പിന്നെ അവൻ അതിലേക്കുള്ള മസാലകൾ ഇടണം, പൊടികൾ ഇടണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കൊച്ചിൻ്റെ ഇഷ്ടത്തിന് ചെറിയ രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൊച്ചിനൊരു സന്തോഷം അങ്ങനെ. അപ്പോൾ അതേ ഞാൻ സവോളൊക്കെ വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്തൊക്കെ നോക്കി ഓക്കെയാണ്. അപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ലേശം ചിക്കൻ മസാല ഇടുന്നുണ്ട്, പിന്നെ മുളക് പൊടിയും അധികം ഇടണില്ല, കുറച്ചേ ഇടണുള്ളൂ, കാരണം നല്ല മുളക്, നാടൻ മുളകാണ് ഇട്ടേക്കണത്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ തക്കാളിയും കൂടി ഇടാണ് കേട്ടോ. മല്ലിപ്പൊടി ഞാൻ ഇപ്പം ഇടാൻ, സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇടേണ്ടതായിരുന്നു, മല്ലിപ്പൊടി ഇടാൻ വിട്ടുപോയി. അപ്പോഴേക്കും ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടു. എല്ലാവരും കുറച്ചിട്ട് ഇട്ടിട്ടുള്ളൂ. ഓവർ മസാല വന്നു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാലൊക്കെ പിഴിയണോണ്ടാണ് ഞാൻ മല്ലിപ്പൊടിയൊക്കെ അങ്ങനെ ഇട്ടത്. അപ്പോൾ അങ്ങനെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു. അപ്പോൾ അത് സെറ്റായി തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ടയുടെ തോടൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കുംബറിന് സാലഡൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ കുക്കുംബർ ഒന്ന് സ്ലൈസ് ചെയ്തിട്ടിട്ട് അങ്ങനെ കുക്കുംബർ ഡയറക്റ്റ് അങ്ങനെ കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ അതിനുള്ളത് ഇത് കട്ട് ചെയ്ത് ഇടാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ കുക്കിങ്ങും പകർത്തലും എല്ലാം കഴിഞ്ഞ് ഇനി ഓരോരുത്തരുടെ പ്ലേറ്റുകളിലേക്കാക്കി നമുക്ക് പകർത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പകർത്തി അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെന്തായാലും കുക്ക് ചെയ്തതല്ലേ, നമുക്ക് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയിൽ കൊടുക്കുമ്പോൾ ഒരു കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഈ റൈസ് ഞാൻ ഒരു കറിപ്പാത്രത്തിലിട്ട് ഇങ്ങനെ കമത്തി ആ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കുംബർ കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. പിന്നെ ദേ കോഴിമുട്ടക്കറിയും അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലത്തെ അച്ചാർ, അതാണല്ലോ ഹൈലൈറ്റഡ് സാധനം, അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം കുക്കിംഗ് അങ്ങനെ അവസാനിച്ചു കേട്ടോ. ഇനി ഫുഡൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കട്ടെ. അപ്പം ഇനി ഇത് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയിട്ടില്ല, വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകണം. അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ആ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.